വാർത്താ കേരളത്തിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 17 വിശ്വകർമ്മ ജയന്തി ദിനമാണ്. ഈ വിശ്വകർമ്മ ജയന്തി ദിനത്തിൽ ഓണവില്ല് നിർമ്മിക്കുന്ന തലസ്ഥാനത്തെ വർഷങ്ങളായി അല്ലെങ്കിൽ തലമുറകളായി ഓണവില്ല് നിർമ്മിക്കുന്ന വിശ്വകർമ്മജരായ കുറച്ച് കലാകാരന്മാരെ പരിചയപ്പെടാം. ഏറെ കലാഭംഗി നിറഞ്ഞതാണ് ഓണവില്ല് നിർമ്മാണവും അതിന്റെ സമർപ്പണവും. ആചാരങ്ങളുടെയും കലയുടെയും കൂടിച്ചേരലായ ഓണവില്ല് ഇന്ത്യൻ സംസ്കാരത്തിലേക്കുള്ള കേരളത്തിന്റെ മറ്റൊരു മികച്ച സംഭാവനയാണ്. കരമനയിലെ വാണിയംമൂല മേലാറന്നൂർ വിളയിൽ വീട് മൂത്താശാരി കുടുംബക്കാർക്കാണ് ഓണവില്ല് നിർമ്മിച്ച് വരച്ചു നൽകുവാനുള്ള പാരമ്പര്യവും അവകാശവും കൈയാളിപ്പോരുന്നത്. വിശ്വകർമ്മദേവൻ സൃഷ്ടിച്ച അതിവിശിഷ്ടമായ ഒരു ചിത്രരചനാ ശില്പമാണ് ഓണവില്ലെന്നാണ് ഐതിഹ്യം. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ശില്പികളുടെ പാരമ്പര്യത്തിൽപ്പെട്ട ധാരാളം വിശ്വകർമ്മജന്മാർ തിങ്ങിപ്പാർക്കുന്ന കരമനയിലാണ് തലമുറകളായി ഓണവില്ല് തയ്യാറാക്കി പോരുന്നത്. കുടുംബ പശ്ചാത്തലത്തിൽ മാത്രം തലമുറകളായി നിലനിൽക്കുന്ന ഒരു ആചാരം കൂടിയാണിത്. വിശ്വകർമ്മദേവനാൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ അതിവിശിഷ്ടമായ ചിത്രരചന ഏറെ പ്രത്യേകതകളുള്ളതാണ്. വില്ലാകൃതിയിലുള്ള പലകയിൽ മഹാവിഷ്ണുവിന്റെ വീരശയനം, അവതാര കഥകൾ എന്നിവയാണ് വരയ്ക്കുന്നത്. വിനായകൻ, ശ്രീകൃഷ്ണലീല, ദശാവതാരം, ശ്രീരാമ പട്ടാഭിഷേകം, ശാസ്താവ് എന്നിങ്ങനെ 6 തരം വില്ലുകളാണ് ഓണവില്ലിൽ തയ്യാറാക്കുന്നത്. മഹാവിഷ്ണുവിന്റെ സൗമ്യഭാവത്തിലുള്ള അവതാര കഥകൾ ചിത്രീകരിക്കുന്ന ഓണവില്ല് പഞ്ചവർണ്ണങ്ങളിലാണ് വരയ്ക്കുന്നത്. ഓണവില്ലിന്റെ ഐതിഹ്യം മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ്. കടമ്പ് വൃക്ഷത്തിന്റെയും മഹാഗണിയുടെയും തടികളിലാണ് ഓണവില്ല് നിർമ്മിക്കുന്നത്. 4.5 അടി, 4 അടി, 3.5 അടി നീളങ്ങളിലാണ് വില്ലുണ്ടാക്കുന്നത്. ദേവഗണത്തിൽപ്പെട്ട കടമ്പ്, മഹാഗണി എന്നീ വൃക്ഷങ്ങളുടെ പലകയിലാണ് ഇവ പ്രധാനമായിട്ടും നിർമ്മിക്കുന്നത്. പഞ്ചവർണ്ണങ്ങളാൽ അലങ്കൃതമായ നിറക്കൂട്ടുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പണ്ടുകാലത്ത് പ്രകൃതിദത്തമായ നിറങ്ങളാണെങ്കിലും